ഇന്ത്യയുമായി ഈ മാസം അവസാനം നടത്താനിരുന്ന വ്യാപാര ചർച്ചകൾ മാറ്റിവെച്ച അമേരിക്ക US സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം തൽക്കാലം മരവിപ്പിച്ചു. ഇതോടെ ഇന്ത്യ-US വ്യാപാര കരാർ അനിശ്ചിതത്വത്തിലായി. കാർഷിക മേഖലയിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഇന്ത്യയുടെ നിലപാടാണ് കാരണമെന്നാണ് സൂചന. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ 27-ാം തീയതി ഈ കരാറിൽ 27-ാം തീയതിയാണ് വ്യാപാര കരാറിൽ അന്തിമ ധാരണയാകാൻ ട്രംപ് അനുവദിച്ചിരുന്ന സമയം. ആ സമയത്തിനകം തന്നെ ഈ വ്യാപാര കരാറിൽ ഒരു ധാരണയാകും എന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഈ മാസം 25-ന് US സംഘം ഇന്ത്യയിൽ എത്താനിരിക്കുകയായിരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ ഒരു കരാർ 27-ന് മുമ്പ് കൺക്ലൂഡ് ചെയ്യണമെന്നായിരുന്നല്ലോ US ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ നമുക്ക് നമ്മുടേതായ ചില കണ്ടീഷനുണ്ട്. പാലുൽപ്പന്നങ്ങളും അടക്കം കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുമ്പോൾ നമ്മുടെ കർഷകർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കില്ല എന്നത് ചൂണ്ടിക്കാട്ടി നമ്മൾ ആ കരാറിൽ ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ സന്ദർശനം മരവിപ്പിക്കാനുള്ള ഒരു കാരണം? വീണ്ടും ഒരു സമ്മർദ്ദ തന്ത്രമാണോ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാസം 27 മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്താനായിരുന്നു US-ന്റെ തീരുമാനം. അതിനു മുൻപായി ചർച്ചകൾ പൂർത്തിയാക്കി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച തർക്കങ്ങളുള്ള മേഖലകൾ, ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇതനുസരിച്ച് ഈ മാസം 25-ന് US സംഘം ചർച്ചകൾക്കായി ഇന്ത്യയിൽ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ആ ഒരു സന്ദർശനമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഇതോടെ ഇന്ത്യ-US വ്യാപാര കരാർ എന്നുള്ളത്. ഇത് രേഖാമൂലം ഈ സന്ദർശനം മാറ്റിയതായി അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും വാക്കാൽ ഇക്കാര്യം ആശയവിനിമയം നടത്തിയിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീനെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കരാറിൻ്റെ തുടക്കം മുതൽ തന്നെയുള്ള ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് അത് പാലുൽപ്പന്നങ്ങളും കാർഷികോൽപ്പന്നങ്ങളും ഇന്ത്യൻ വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു വ്യവസ്ഥയാണ് അത്. കാരണം ഇന്ത്യയിലെ കർഷകർ, അത് ക്ഷീരകർഷകരും ക്ഷീരോൽപ്പന്നങ്ങൾ ആശ്രയിക്കുന്ന കർഷകരെയും മറ്റ് കർഷകരെയും ബാധിക്കുന്ന ഒരു തീരുമാനമാകും എന്നതുകൊണ്ട് തന്നെ വിവിധ കർഷക സംഘടനകൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അല്ലെങ്കിൽ ഈ കരാറിൽ ഈ വ്യവസ്ഥകൾ കർഷകരെ അപകടത്തിലാക്കുന്ന വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സന്ദർശനം അനിശ്ചിതത്വത്തിലാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാരണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ യുക്രൈൻ റഷ്യ സംഘർഷവും അതിനെ ഈ ഒരു പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതായിരുന്നു ഈ ഇരട്ട തീരുവ നടപ്പാക്കാൻ അല്ലെങ്കിൽ പിഴത്തീരുവ നടപ്പാക്കാനുള്ള കാരണമായി US ചൂണ്ടിക്കാണിച്ചത്. അതിൽ ഒരു പരിഹാരമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ അത് US-നുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദമായിരുന്നു ഇന്ത്യക്ക് മേൽ ചെലുത്തിയിരുന്നത് എന്നുള്ളതും വ്യക്തമാണ്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ സെലൻസ്കിയുമായും വ്ളാഡിമിർ പുടിനുമായും സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ ചർച്ച ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഫലം ആ ചർച്ചയിൽ നിന്നും ഉണ്ടായില്ല. ഇതൊരു പ്രാഥമിക ചർച്ച എന്ന നിലയിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ച അവസാനിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ ചർച്ചയിലും ഫലമുണ്ടായില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചർച്ച അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു സമ്മർദ്ദ തന്ത്രമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ മാസം 27 മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഇരട്ടി തീരുവ ഏർപ്പെടുത്തും, ഈടാക്കും എന്നുള്ളതാണ് നിലവിൽ ഇതുമൂലമുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുൻപ് തന്നെ US ട്രഷറി സെക്രട്ടറി പറഞ്ഞിരുന്നു, അലാസ്ക ചർച്ചകൾ പരാജയമായാൽ ഇന്ത്യക്ക് മേലുള്ള താരിഫ് അനിശ്ചിതത്വത്തിലാകും എന്ന സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.